സർ, ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം SITയുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ്. സർ, ഞങ്ങൾ ആ സമരം തുടരുകയാണ്. ഞങ്ങളുടെ 2 അംഗങ്ങൾ ശ്രീ CR മഹേഷും ശ്രീ നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്ന് അങ്ങേ അറിയിക്കും. ഓക്കെ, താങ്ക് യു. ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു സമരമായിട്ടല്ല വരിക. യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ളൊരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. യെസ്, ബഹുമാനപ്പെട്ട CM ചോദ്യം. സർ, ഉണ്ട് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19/1/26 വരെ 3360 വായ്പകൾ അനുവദിച്ചതിലൂടെ 2963 സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംരംഭങ്ങൾക്കായി ആകെ 1286 കോടി 96 ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. പലിശ നിരക്കായ 10% നിന്ന് സർക്കാർ സബ്സിഡി 3%, KFC റിബേറ്റ് 2% കുറച്ച് 5% നിരക്കിലാണ് വായ്പകൾ നൽകി വരുന്നത്. വായ്പാ പരിധി 2 കോടി രൂപയാണ്. നിലവിലെ വായ്പാ കാലാവധി 5 വർഷമാണ്. ഇത് ദീർഘിപ്പിക്കാനുള്ള തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടില്ല. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 1374 വനിതാ സംരംഭകരുണ്ട്. പദ്ധതിയിലൂടെ ഇതിനകം 87,440 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പദ്ധതി ആരംഭിച്ചതു മുതൽ പലിശ സബ്സിഡി ഇനത്തിൽ 46 കോടി 60 ലക്ഷം രൂപ സർക്കാരും പലിശ കിഴിവിനത്തിൽ റിബേറ്റിനത്തിൽ 25 കോടി 81 ലക്ഷം രൂപ KFCയും ചെലവഴിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.